ശ്രീ VP ശ്രീപത്മനാഭൻ, ഈ കേസിൽ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നു. ആദ്യം ഈ ആദായനികുതി വകുപ്പിൻ്റെ അന്വേഷണം, പിന്നീട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, ഒടുവിൽ EDയിലേക്ക് പോകുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം CPM പറഞ്ഞുകൊണ്ടിരുന്നത് ഈ വിഷയത്തിൽ നിങ്ങൾ എന്തു ചെയ്തു, തെളിവുണ്ടെങ്കിൽ നിങ്ങൾ വീണയെ അറസ്റ്റ് ചെയ്യൂ, നിങ്ങൾ വീണയ്ക്കെതിരെ എന്തു തെളിവുകൾ കണ്ടെത്തി, ഇത് ടാക്സ് അടച്ചുകൊണ്ടുള്ള പണമാണ്, ഇതിലൊന്നും തന്നെ ഇല്ല എന്നുള്ള വാദങ്ങളായിരുന്നു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ CPM നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതാ ഏറ്റവും നിർണായകമായ ഒരു മൊഴി പിണറായി വിജയനെതിരെ വന്നിരിക്കുന്നു. അതായത് പിണറായി വിജയൻ്റെ സ്വാധീനത്താൽ അല്ലെങ്കിൽ പിണറായി വിജയനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മകൾക്ക് പണം കൈമാറിയത്. അത് 2.78 കോടിയാണോ അതിലധികമാണോ എന്നുള്ളത് വരും ദിവസങ്ങളിലെ അന്വേഷണത്തിൽ മാത്രമേ കണ്ടെത്താനാകൂ. ഇപ്പോൾ ഈ കേസിലെ യഥാർത്ഥ ചിത്രം വരുമ്പോൾ പിണറായി വിജയൻ കൂടി ഈ കേസിലെ പ്രതിസ്ഥാനത്തേക്ക് എത്തുകയല്ലേ? അതില് ഒരു കാര്യം ഉറപ്പാണ്, പിണറായി വിജയൻ ഈ കേസില് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തെളിവുകൾ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇനി തർക്കമൊന്നുമില്ല. മറ്റൊരു കാര്യം, തുടക്കം മുതലേ പിണറായി വിജയനും വീണ വിജയനും അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ പറഞ്ഞിരുന്നത് ഇത് സേവനത്തിന്, സർവീസിന് നൽകിയ കൂലിയാണ്, ശമ്പളമാണ്, സർവീസ് ചാർജ് ആണ് എന്ന രീതിയിലാണ്. അപ്പോൾ ഈ മൈക്രോസോഫ്റ്റിന്റെ പ്രോഗ്രാം ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു IT സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു സ്വകാര്യ ഏജൻസിക്ക് സർവീസ് ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. അപ്പോ അന്ന് എല്ലാവരും പറഞ്ഞതാണ് ഇത് ശരിയല്ല. 3 ഏജൻസികളെ, ഇൻകം ടാക്സിനെ, SFIOനെ, EDയെ, 3 പേരെയും കൺവിൻസ് ചെയ്യാൻ, ബോധ്യപ്പെടുത്താൻ, അതായത് ഈ പൈസ വാങ്ങിയത് സേവനത്തിനാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ഈ കൂട്ടർക്ക് സാധിച്ചിട്ടില്ല. അത് ഇപ്പൊ പറയുന്നത് എന്താണ്, ഈ SFIO അല്ലെങ്കിൽ ഇൻകം ടാക്സ് വീണ വിജയന് അവസരം കൊടുത്തിട്ടില്ല. പക്ഷെ അവിടെ നമ്മുടെ ഈ കൂട്ടർക്ക് അവസരം കൊടുത്തിട്ടുണ്ടല്ലോ, ഈ മറ്റേ CMRL. ഇപ്പൊ CMRL SFIO ഇൻകം ടാക്സിന് അവസരം കിട്ടി, മറ്റു 2 സ്ഥലത്ത് 2 കൂട്ടർക്ക് അവസരം കിട്ടി. അപ്പോ ഇത് ഒരു സേവനവും കൊടുത്തിട്ടില്ല, ഇത് പകൽ പോലെ വ്യക്തമാണ്. ഇപ്പോൾ ശശിധരൻ കർത്ത കൊടുത്തു എന്ന് പറയുന്ന മൊഴിയും പുറത്തു വന്നിരിക്കുന്നു. മാത്രവുമല്ല, വീണ വിജയന്റെ വീട് റെയ്ഡ് ചെയ്ത സമയത്ത് ആ റെയ്ഡിൽ അവർക്ക് ഒരു വേറെ കമ്പനി, അതായത് അവര് നടത്തിയ ഒരു വേറെ കമ്പനിയുടെ ഡീറ്റെയിൽസ് കിട്ടിയിരിക്കുന്നു. ആ കമ്പനിയുടെ അക്കൗണ്ടിൽ 14 ലക്ഷത്തി ചില്ലാനം രൂപയുണ്ടായിരുന്നു, അത് മരവിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഷെൽ കമ്പനിയാണ്, ഇതൊരു ഷാം ട്രാൻസാക്ഷൻ ആണ്, ഒരു സേവനവും കിട്ടാതെ നടത്താതെ കിട്ടിയ പൈസയാണ്. മറ്റേ കമ്പനി ഷെൽ കമ്പനിയാണ്. അതായത് ജയലളിത ഒക്കെ അന്ന് 1991-96 കാലഘട്ടത്തിൽ പണം ഇങ്ങനെയാണത്രേ നിക്ഷേപിച്ചത്. ഷെൽ കമ്പനി ഉണ്ടാക്കി ആ ഷെൽ കമ്പനിയിലേക്ക് ദിവസവും പോയിട്ട് ഒരാൾ ആ ബാങ്ക് അക്കൗണ്ടിൽ പണം കിട്ടും. ഇത് എവിടുന്നാ വരുന്നത്, എന്തിനുള്ളതാണെന്ന് ആർക്കും അറിയില്ല. അവസാനം ഇത് പിടിക്കപ്പെട്ടു. ഒരു വ്യക്തി, ജയലളിതയുടെ ഓഫീസിലെ ഒരു സ്റ്റാഫ് ഡെയിലി പോയി വലിയ തുകകൾ ഇങ്ങനെ കെട്ടുകയാണ് ഒരു കമ്പനി അക്കൗണ്ടിലേക്ക്. അവസാനം ഇത് പിടിക്കപ്പെട്ടു. ഇത് അവർക്ക് മറ്റു രീതിയിൽ കിട്ടുന്ന പണമാണ്. അപ്പോൾ ഇനി ഇതിൽ കിടന്ന് ഉരുണ്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് അന്വേഷണം നടക്കട്ടെ. പിന്നെ അന്വേഷണത്തിന്റെ പുരോഗതിയെ പറ്റി പറയാൻ നമ്മൾ ആളല്ല, കാരണം അത് ED പോലത്തെ ഒരു സ്ഥാപനമാണ്. അവർ ഒരുപാട് പബ്ലിക് സ്ക്രൂട്ടിനിക്ക് വിധേയരാകുന്ന ഒരു സ്ഥാപനമാണ്. ദിവസവും TV ചർച്ചയിൽ നിറഞ്ഞു നിൽക്കുന്ന സ്ഥാപനമാണ്. അപ്പൊ അവർ വളരെ കരുതലോടെ മുന്നോട്ട് പോകുള്ളൂ. അതുകൊണ്ട് സമയമൊക്കെ ഇനി എടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.